ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് ബാംഗ്ലൂർ പോവാണ്. ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ട്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ 6:30. ഞങ്ങളിവിടെ ഓൾറെഡി എത്തി 6:15. ട്രെയിൻ വന്നിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, നടക്കുകയാണ് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവിടേക്ക്. ലച്ചു ഇല്ല കേട്ടോ, ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. ഞങ്ങളിന്ന് ബോറടിച്ച് ചാവും. സെമി തന്നെ ഗായ്സ്, നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. തിരക്ക് കണ്ടോ ഈ ട്രെയിനിൽ പോകാനുള്ള? എൻ്റെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മള് ട്രെയിനിൽ കയറി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങളുടെ അപ്പുറത്തൊക്കെ ആൾക്കാരിട്ടുണ്ടായി. ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ടായി, അപ്പോൾ അതും പിന്നെ പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ അതുമാണ് ഞങ്ങൾ കഴിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ താഴെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ അച്ഛനാണ്. അപ്പോൾ ഒരു നേരത്തെ കിടക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളുടെ ബെർത്തും മിഡിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കിടക്കാൻ പോവാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിപ്പോൾ ഉറങ്ങിണിച്ചുള്ളൂ. ഇന്നലെ രാത്രിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. ഇപ്പോൾ സമയം 7 മണിയാവാൻ പോണ്. അല്ല, 7 മണിയല്ല, 6:30. ഇവിടെ നേരത്തെ എണീച്ചിനെ വെറുപ്പിക്കാൻ തുടങ്ങി. എന്താ ഇപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്തെത്തി, കെങ്കേരിയോ കെങ്കേരി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ഞങ്ങളുടെ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് വേണം പല്ല് വെച്ച് എന്തെങ്കിലും കഴിക്കാൻ. ട്രെയിൻ ആക്ച്വലി ലേറ്റായി. ഗൈസ്, നമ്മൾ ഇറങ്ങി. എനിക്ക് മുംബൈ പോയതൊക്കെ ഓർമ്മ വരുന്നത്. എന്താണെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുള്ള വെയിറ്റിംഗ് റൂമിൽ കയറിയതാ പല്ല് തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ പല്ലേക്കാൻ പോവാം. അപ്പോൾ മിനറൽ വാട്ടർ വാങ്ങുമ്പോൾ ബിക്കോസ് ഐ വിൽ നോട്ട് യൂസ് ദിസ് വാട്ടർ. അവിടുത്തെ ബാത്റൂമൊന്നും ഒട്ടും വൃത്തി ഉണ്ടായില്ല. ഞങ്ങൾ വേഗം പല്ല് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മേളിൽ വേറെ AC വെയിറ്റിംഗ് റൂം ഉണ്ടായി. അപ്പോൾ ഞങ്ങളിത് അവിടെ കയറിയാണ് ഡ്രസ്സ് മാറ്റാന്ന് വെച്ചു. കാരണം ഇവിടുത്തെ ബാത്റൂം ഒന്നും വൃത്തിയില്ല. അതിൽ കയറുമ്പോൾ തന്നെ ഫുള്ള് വൊമിറ്റ് ചെയ്യാൻ വരിക. പക്ഷേ ഇത് ഇപ്പോൾ ഞങ്ങൾ കയറി ഇവിടെ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുളിക്കാൻ പറ്റില്ല, അത്രയും ഒരു നീറ്റ്നെസ് ഇല്ല. ഗൈസ്, ഇവിടെ സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഫോട്ടോ എടുക്കും. അതിൽ കുറച്ച് പനിയുണ്ട്. ചൂടായോ? എൻ്റെ പൊളിനെ പൊള്ളിക്കരുതേ. എനിക്ക് പേടിയാണ് ഗൈസ്. ഇവിടെ ഇത് ചെടികളുണ്ട്. ഇത് വേണം. മോളുണ്ട്. എനിക്ക് ബാത്റൂം പോയി. ഗൈസ്, ഓൾ ഡൺ. ആക്ച്വലി എൻ്റെ ഹെയർ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത, അതിപ്പോൾ പോയി. അടുത്ത് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. ഞാനല്ല, ഞാൻ പേടിച്ച് നിൽക്കുക. ഇവിടെ എന്നെ ത്രട്ടൺ ചെയ്യാം. ഓക്കെ. പിന്നെ കാണാൻ കൊറിയക്കാരി ഇവിടെ ഉണ്ടോ, ആഫ്രിക്കക്കാരി. നല്ല രസമായി. ഇതാണ്ടാണ് ഞാനിങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. എൻ്റെ മുഖം തന്നെ. ഇതെൻ്റെ അമ്മ എനിക്ക് വാങ്ങി കൊടുത്തു വെച്ചത് അവളെ കയ്യിൽ. എൻ്റെ ഫേവറേറ്റ് പെണ്ണ്. ഇത് ഇവിടെ കിട്ടൂല, കോഴിക്കോട് എൻ്റെ രാമനാട്ടുകരയിൽ മാത്രമേ കിട്ടുള്ളൂ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫിറ്റ്. ഫുഡ് കഴിക്കാൻ വന്നോ? ഞാൻ കഴിക്കുന്നില്ല, അവള് മാത്രമേ കഴിക്കുള്ളൂ. 1 മസാല ദോശ, 1 കോഫി. അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ളതൊന്നുമില്ല. ഇതായിരുന്നു ആ ഹോട്ടല്. അപ്പോൾ ഇവിടുന്ന് പരിപ്പ് വടയും പിന്നെ അവൾക്ക് സമോസയും പറഞ്ഞു. പിന്നെ ഫിൽറ്റർ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൾ അപ്പുറത്തേക്ക് പോയിട്ട്, ഞാൻ അതിലുള്ള കോഫി ഞാൻ കുടിക്കൂല. നമ്മൾ ഓട്ടോ വിളിച്ച് പോവാണ്. ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇതാ എവിടേക്കെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്രയും ഇതായിരുന്നു ആ പെണ്ണുങ്ങൾ. ഭയങ്കര ചൂടായി. അപ്പം അത് കഴിഞ്ഞു. ഇനി എൻ്റെ സംഭവങ്ങളൊക്കെ വരണം. ഓക്കെ.
ഇവള് ബാഗ് വാങ്ങിച്ചു. ഒരു ബാഗ്, അത് അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗ് ഉണ്ട് കേട്ടോ. സൂപ്പർ ബാഗ്സാ കണ്ടോ ഗൈസ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് കണ്ടു. എനിക്ക് വേണ ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നാണ്. ഇവിടേക്ക് നോക്കൂ, എന്തോരം കളക്ഷൻസാ. ഞങ്ങൾ എന്തായാലും എടുക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും എടുക്കണ്ട്. നമ്മൾ അവിടുന്ന് 5-6 ഡ്രസ്സ് വാങ്ങി. ഞാനാണ് 3 വാങ്ങിയത്. 3അല്ലല്ലോ 4. ഇവിടെ ഒരു ഡ്രസ്സ്. നിങ്ങളെ മാംഗ്ലൂർ മാർക്കറ്റുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഏതാ മാർക്കറ്റ് എന്ന് പേരൊന്നും എനിക്കറിയില്ല. കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടോ, നല്ല ക്വാളിറ്റി ടീഷർട്ട്. ഇതിനൊക്കെ 150 ഉള്ളൂ. ആ സ്കേർട്ടിനൊക്കെ 100 ഉള്ളൂ. പക്ഷെ ഞാൻ വാങ്ങിക്കുന്നില്ല. കുറേ കളക്ഷൻസ് ഉണ്ട്. ഭയ്യ ഈ മാർക്കറ്റ് നാം ക്യാ ഹൈ? ഗാന്ധിനഗർ. ഓക്കെ, വി ആർ ഇൻ ഗാന്ധിനഗർ ഗൈസ്. ഇതൊക്കെ കണ്ടോ, ഭയങ്കര വെറൈറ്റി കളക്ഷൻ കണ്ടോ. ഇതിന് 100 രൂപയുള്ളൂ. ഒരു വലിയ മാർക്കറ്റിലെത്തി. ഇവിടെ ഒരു വെള്ളം എടുത്തിട്ടോ. എല്ലാ പാൻറ്റിനും 200. പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ. ഇതൊക്കെ നല്ല ക്ലോത്താ. ഈ വള കണ്ടോ, ഈ വളയ്ക്കൊക്കെ 50 രൂപയുള്ളൂ 2 വള. ഇവള് വാങ്ങിക്കില്ല, എനിക്കിതൊന്നും ഇഷ്ടമില്ല. ഇതിൽ എന്തോരം കളക്ഷൻസ് ആണ് മക്കളെ. ഇയാൾ എടുത്ത് വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അണ്ണാ ഇത് ചിക്കതുണ്ടാ? അങ്ങനെ ഈ വള എടുത്തു. 50 രൂപയ്ക്ക് ഇതൊക്കെ വേർത്തെന്ന് പറഞ്ഞാൽ വേർത്താണ്. അമ്മേനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. റെഡ് ഇവളിത് കുറേ വാങ്ങണ്ടോ. കുറേ വള വാങ്ങിച്ചു. ലച്ചൂനി ബാഗാണ് കേട്ടോ വാങ്ങണേ. അത് ബാക്ക് ബാഗായിട്ട് ഉപയോഗിക്കണേ. ഏത് കളറാ? അത് നല്ല കളറാണ് എൻ്റെ കയ്യിലുള്ള. ക്യൂട്ട് ഉണ്ട്. ഞങ്ങൾ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാൻ വന്നതാ. കണ്ടോ, ഫുള്ള് സെയിലാണ്. ഇതൊക്കെ 200 ഉള്ളൂ. 150. പിന്നെ കണ്ടോ ഫുള്ള് വില കുറവാണ്. അപ്പം ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് അമ്മയ്ക്ക് ഒരു ചെരുപ്പ് ചൂസ് ചെയ്യണം. അമ്മയ്ക്ക് ഇതാ ഞങ്ങൾ ഇതും പിന്നെ അതിൻ്റെ ഈ കളറും വാങ്ങിച്ചു കേട്ടോ. പിന്നെ അച്ഛനൊരു ബെൽറ്റും വാങ്ങിച്ചു. ഇത് 20 രൂപയാണോ അല്ലേ ഒരു പീസ് ഇങ്ങനെ വാങ്ങുന്നതിന്. ഇതിന് 100. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് കവറിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഏതിവിടെ തുറന്നു വെച്ചതല്ല. എന്തിനാ വാങ്ങണേ? दूसरा चाहिए, दूसरा कट करो. എനിക്ക് കൊതിയായിട്ട് പോയി അത് കഴിക്കാൻ. എനിക്ക് അതിന് ബാക്കിൽ ഫുള്ള് മാർക്കറ്റ്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഒന്നും വാങ്ങിക്കരുതെന്ന് വിചാരിച്ച് ഞാനാണ് കുറേ സാധനം വാങ്ങിച്ചത്. നന്നായിട്ട് ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. എല്ലാ ബാഗും വാരി വലിച്ചിട്ടുണ്ട്. സ്പെക്സിൻ്റെ കുറവുണ്ടായിരുന്നു ഗൈസ്. This is so nice, you know. I'm loving this. പക്ഷെ എനിക്ക് കണ്ണ് കാണുന്നില്ല. ഞാൻ പൊതുവെ സ്പെക്സ് വെക്കുന്ന ആളായതുകൊണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഒന്നും കാണുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നൈസ് വൺ. അവളും വേറെ വാങ്ങണ്ട കേട്ടോ. എന്താ ഇവിടെ കാണുന്ന ആ മലയാളി ചേട്ടൻ എനിക്ക് നല്ല ഹോട്ടൽ പറഞ്ഞത് അവിടെ നിൽക്ക് അപ്പുറത്തുണ്ട്. ഇവർ ചോദിക്കുന്നു കേരള ഹോട്ടൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കാരണം കേരള ഹോട്ടൽ ബാംഗ്ലൂർ വന്നിട്ട് കേരള ഫുഡ് കഴിക്കാനാണ്. You need to have something like dona biryani or something like that. So we are going that side. Okay. അപ്പോൾ ഇതാണ് 2 മലയാളീസ് നമുക്ക് പറഞ്ഞു തന്ന ഹോട്ടൽ. ചിക്കൻ ഹോട്ടി. So let's go. ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ചിക്കൻ ലോലിപോപ്പ്, നല്ല ദം ബിരിയാണി, പിന്നെ എനിക്ക് സാലഡ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സാലഡ്, പിന്നെ എൻ്റെ ഫേവറേറ്റ് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ, പിന്നെ അവൾക്ക് ഫ്രഷ് ജ്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഗൈസ് ഞാൻ സത്യം പറയാം, അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ. ബിരിയാണി ഒരു രക്ഷയും. മംഗലാപുരത്ത് ഇങ്ങനത്തെ സാധനം കിട്ടില്ല, അത് ഉറപ്പാണ്. അത്രയും ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരു വാക്കില്ല പറയാം, അത്രയും ടേസ്റ്റ്. ഞാൻ വെറുതെ ഹൈപ്പ് വരുന്നല്ല. ഇനി ബാംഗ്ലൂരിലുള്ളവരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. ഇത് കണ്ടോ, ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഓള് വാങ്ങിച്ചു കുട്ടിക്ക്, ഞാൻ വാങ്ങിച്ചില്ല. എനിക്ക് വേണ്ട ഇപ്രാവശ്യം. വേണ്ട എനിക്ക് വേണ്ട. അങ്ങോട്ട് കയറിയത് ശരിയല്ല, എനിക്കെല്ലാം വേണ്ടി.
ഫ്രീഡം പാർക്കിലേക്ക് പോവാം. ഞങ്ങൾ കുറേ നടന്നു. അപ്പോൾ കുറേ മലയാളീസ് തന്നെയുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇവിടുന്ന് ഓട്ടോന് പോയാൽ മതി, 50 രൂപയാവുള്ളൂ എന്ന്. ഞങ്ങളിതാ ഓട്ടോയിൽ കയറി. പിന്നെ ഓള സാധനം വാങ്ങിച്ചു ആക്കിയിട്ട് എനിക്ക് വേണമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ച് കുറേ ഉണ്ട് എനിക്ക് ടെടി വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിടുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കില്ല. ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ കാണുന്ന കഴിച്ചിട്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. എനിവേ വി ആർ ഗോയിങ് ഇൻസൈഡ്. ഇവിടെ ഈ അണ്ണന്മാരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഉള്ളിൽ എന്തൊക്കെയോ കാണാനുണ്ട്, ഓൾഡ് ജയിലും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. സ്കൾപ്ചർ കോർട്ട്, എക്സിറ്റ് അഡ്മിൻ ഓഫീസ് കോർട്ട് ഒക്കെ എല്ലാം കാണാൻ. ഗൈസ് ഓൾ അവിടെ കിടക്കുക എന്ന് പറഞ്ഞു നോക്ക് വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒന്ന് ജസ്റ്റ് ഇവിടെയൊക്കെ എന്താ ഉള്ളതെന്ന് കണ്ടിട്ട് എന്തൊക്കെ പോലീസുകാരുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവർ പറഞ്ഞു മൊബൈൽ അങ്ങോട്ട് അലൗഡ് അല്ല. ഗൈസ് അതിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാം, പക്ഷെ അവിടുത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയണത്. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഒറ്റയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വരും. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ കൊടുത്തിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന്. പക്ഷെ കാര്യമില്ല, എടുക്കാൻ പറ്റില്ല. ഞാനത് കഴിക്കാം കേട്ടോ. ഞങ്ങളിതാ ഇപ്പോഴും പാർക്കിലാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു ആസ്ട്രോളജർ നോക്കാൻ വന്നു. ഇവിടെ സമ്മതിച്ചില്ല ഇതൊക്കെ, എനിക്കിഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ പോയിട്ട് AC റൂമിലിരിക്കാം. പാർക്കിലിരിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പോയി AC റൂമിലിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുകയാണോ അല്ലേ? ആ മൈക്കെടുത്ത് വെക്കായിരുന്നു എനിക്ക്, ഒന്നുകൂടി സൗണ്ടിൽ കേൾക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഒരു ട്രെയിനിൻ്റെ പോലത്തെ. ഗായ്സ് ഇവിടുത്തെ അവസ്ഥ കണ്ടോ? ഇത് ബാംഗ്ലൂരാണോ അതോ വേറെ വലിയ സ്ഥലമാണോ എന്ന് തോന്നിപ്പോണ്ട്. റെയിൽവേ സ്റ്റേഷൻ കണ്ട എയർപോർട്ട് പോലെ ഉണ്ട്, അത് വേറെ കഥ. നമ്മളിപ്പോൾ ഗേൾസിൻ്റെ വെയിറ്റിംഗ് റൂമിലാണുള്ളത്. ഹിമാലയൻ്റെ ഒരു ഫീഡിംഗ് റൂമാണ്. സോ പ്രിട്ടി. ഈ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഇതൊക്കെ ഞങ്ങളിത് അവിടെ ഇരിക്കുക കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി വന്നു ആ റൂമിൽ നിന്ന്. ഇവൾക്ക് കോഫി കുടിക്കണം, എനിക്ക് എന്തെങ്കിലും വെള്ളം വേണം. ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്. ഞാൻ ഈ വെള്ളവും പിന്നെ ഓളൊരു കോഫിയും പറയാം. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഞങ്ങളിതാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, വെയിറ്റിംഗ് റൂമിലേക്ക്. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വ്യൂ. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഇവിടുത്തെ ഒരു വാഷ്റൂമും വൃത്തിയില്ല, സ്മെല്ലും. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഇത്രയും ഭംഗിയൊന്നും അല്ലാതെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. അത് ഭയങ്കര മോശം പരിപാടിയാണ്. അത്രയും കുറച്ചെങ്കിലും സ്റ്റാഫിനെ വെച്ചോട്ടെ. ഇത്രയും പൈസ അവർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവർക്ക് ആ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ഒരു എഫേർട്ടും എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്രയും മോശമാണ്. ഗൈസ് ഞാൻ നൈറ്റ് കഴിക്കാൻ ഈ ഒരു ചിക്കൻ റോളും പിന്നെ ഈ ഒരു ചോക്കോ റോൾ കേക്കും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ. ഇനി ഓൾക്ക് വാങ്ങിക്കാനുള്ളത് ഓൾക്കുള്ളത് വാങ്ങിക്കാൻ പോവുക. അപ്പോഴേ പറഞ്ഞതാണ് ഇവിടുന്ന് വാങ്ങിക്കോളാം. എന്നിട്ട് അവിടെ പോയപ്പോൾ അവിടെ ഒന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ചിക്കൻ മോമോസ് പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ ടൈം എടുക്കും. സോ വി ആർ വെയിറ്റിംഗ്. ഞങ്ങൾ ട്രെയിൻ കയറാൻ പോവാം. ഫുഡൊക്കെ കിട്ടി, മോമോസ് എല്ലാം കിട്ടി. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ട്രെയിന്. നമ്മൾ സോ ഗൈസ് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു. ട്രെയിൻ എടുത്തു വിടുന്ന്. നാളെ രാവിലെ 8:30 ആകുമ്പോൾ അവിടെ എത്തും, മംഗലാപുരത്തെത്തും. നാളെ അവൾ പോവും കോഴിക്കോടേക്ക്. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ബാംഗ്ലൂർ വ്ളോഗ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.